ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. അതിൻ്റെ ജീവിക്കുന്ന ഏറ്റവും വലിയ തെളിവായി ഇന്ന് പശ്ചിമ ബംഗാൾ മാറിയിരിക്കുകയാണ്. കൽക്കട്ടയുടെ തെരുവുകളിൽ നിന്നും കേൾക്കുന്നത് വെറുമൊരു ഭരണമാറ്റത്തിന്റെ ശബ്ദമല്ല, മറിച്ച് ദശകങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ മോചനത്തിന്റെ ശംഖൊലിയാണ്. മമതാ ബാനർജിയുടെ അജയ്യമായ കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബംഗാൾ മണ്ണിൽ ഇന്ന് കാവി പടർന്നിരിക്കുകയാണ്. 293 സീറ്റുകളിൽ 207 തൂത്തുവാരി സുവേന്ദു അധികാരി അധികാരമേൽക്കുമ്പോൾ അത് തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതിക്കും അക്രമ രാഷ്ട്രീയത്തിനും ജനങ്ങൾ നൽകിയ മറുപടിയാണ്. അധികാരമേറ്റ നിമിഷങ്ങൾക്കകം മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നടത്തിയ ആ 5 പ്രഖ്യാപനങ്ങൾ ബംഗാളിലെ മാത്രമല്ല, ഇന്ത്യയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. നുഴഞ്ഞുകയറ്റക്കാർക്ക് നേരെ കടുത്ത നടപടി, വർഷങ്ങളായി മുടങ്ങിക്കിടന്ന അതിർത്തി വേലി നിർമ്മാണം, കേന്ദ്ര പദ്ധതികളുടെ കടന്നുവരവ്, ഇതിനെല്ലാം പുറമെ കൊല്ലപ്പെട്ട 321 BJP പ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയ ആ ഉറപ്പ്. എന്താണ് സത്യത്തിൽ ബംഗാളിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? മമതയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എങ്ങനെയാണ് തകർന്നടിഞ്ഞത്? ബംഗാളിന്റെ മണ്ണിൽ സുവേന്ദു അധികാരി കൊണ്ടുവരുന്ന ഈ ഡബിൾ എഞ്ചിൻ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു കേരളത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നാൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുമെന്ന്. ഇവിടെ സംഭവിച്ചില്ലെങ്കിലും ബംഗാളിൽ ഇന്ന് ആ മാറ്റങ്ങൾ വരുന്നു. എന്തായാലും ബംഗാൾ നേരിട്ട ഏറ്റവും വലിയ ഭീഷണി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതൊരു സാധാരണക്കാരനും പറയും അത് അനധികൃത നുഴഞ്ഞുകയറ്റമായിരുന്നു. ബംഗ്ലാദേശുമായുള്ള 4097 കിലോമീറ്റർ അതിർത്തി കേവലം ഒരു അതിർത്തിയല്ല, മറിച്ച് പലപ്പോഴും നുഴഞ്ഞുകയറ്റക്കാർക്കും കള്ളക്കടത്തുകാർക്കും സുരക്ഷിതമായിട്ടുള്ളൊരു പാതയായിരുന്നു. സുവേന്ദു അധികാരിയുടെ ആദ്യത്തെ വെടി അതിർത്തി സുരക്ഷയ്ക്ക് നേരെയായിരുന്നു. മുൻപ് തൃണമൂൽ സർക്കാർ കേന്ദ്ര സേനയായ BSFന് ഭൂമി വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല. എന്തുകൊണ്ടായിരുന്നു അത്? ഉത്തരം വളരെ ലളിതമാണ്. വോട്ട് ബാങ്ക്. നുഴഞ്ഞു കയറി എത്തുന്നവരെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റി അധികാരം നിലനിർത്തുക എന്ന കുതന്ത്രം. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ അവർക്ക് യാതൊരു മടിയുണ്ടായിരുന്നില്ല. അവർക്ക് രാജ്യസുരക്ഷയല്ല പരമപ്രധാനം, ആ അധികാര കസേര മാത്രമായിരുന്നു. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി മന്ത്രിസഭാ യോഗത്തിൽ തുറന്നടിച്ചു. 127 കിലോമീറ്റർ വേലി നിർമ്മിക്കേണ്ട സ്ഥാനത്ത് കഴിഞ്ഞ സർക്കാർ വെറും 8 കിലോമീറ്റർ മാത്രമാണ് ചെയ്തത്. വോട്ട് ബാങ്കിന് വേണ്ടി രാജ്യസുരക്ഷ പണയം വെച്ചവർക്ക് ഇനി ഇവിടെ സ്ഥാനമില്ല. വെറും 45 ദിവസത്തിനകം വേലി നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി BSFന് കൈമാറാൻ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. ഇതിലൂടെ ബംഗാൾ അതിർത്തിയിൽ ഒരു ഉരുക്കുമതിൽ തന്നെയാണ് ഉയരുന്നത്. നുഴഞ്ഞുകയറ്റം നിലയ്ക്കുന്നതോടെ ബംഗാളിലെ ജനസംഖ്യാപരമായ അധിനിവേശത്തിന് അറുതിയായിരിക്കും. ഇത് ബംഗാളിന്റെ ആഭ്യന്തര സുരക്ഷയിൽ വലിയൊരു നാഴികക്കല്ല് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണഫലങ്ങൾ അനുഭവിച്ചപ്പോൾ ബംഗാളിലെ പാവപ്പെട്ട ജനങ്ങൾ മാത്രം അതിന് പുറത്തായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ പാവപ്പെട്ടവനും ഉറപ്പാക്കിയ 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം സ്വാസ്ഥ്യ സാധി എന്ന പേരിൽ മമതാ സർക്കാർ അട്ടിമറിച്ചു. സുവേന്ദു അധികാരിയുടെ സർക്കാർ അധികാരമേറ്റ ഉടൻ തന്നെ അടുത്ത 2ാമത്തെ വലിയ തീരുമാനം ആയുഷ്മാൻ ഭാരത് സംസ്ഥാനത്ത് നടപ്പിലാക്കുക എന്നതാണ്. എന്താണ് ഇതിൻ്റെ ഗുണം? പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഇനി പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെടില്ല. അവിടെ ആ ഉറപ്പാണ് ഇപ്പോൾ നൽകുന്നത്. അതുപോലെ മികച്ച സ്വകാര്യ ആശുപത്രികളിൽ അവിടെ വരെ സൗജന്യ ചികിത്സ ഈ പാവപ്പെട്ടവന് സാധാരണക്കാരന് ലഭ്യമാകും. സംസ്ഥാനവും കേന്ദ്രവും കൈകോർക്കുന്ന ഡബിൾ എഞ്ചിൻ ഭരണത്തിന്റെ കരുത്ത് സാധാരണക്കാരന്റെ ആരോഗ്യ സുരക്ഷയിൽ പ്രകടമാകും. മമതാ സർക്കാർ രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി പാവപ്പെട്ടവന്റെ ജീവൻ വെച്ചാണ് പന്താടിയത്. എന്നാൽ ഇന്ന് സുവേന്ദുവിന്റെ ഭരണത്തിൽ ഓരോ പൗരനും ലോകോത്തര ചികിത്സാ സൗകര്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. ബംഗാൾ തിരഞ്ഞെടുപ്പുകൾ എപ്പോഴും രക്തരൂക്ഷിതമായിരുന്നു, അറിയാമല്ലോ. 2021 തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അക്രമങ്ങളൊക്കെ ലോകം കണ്ടതാണ്. BJPക്ക് വോട്ട് ചെയ്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് വീടുകൾ വരെ തകർക്കപ്പെട്ടു, സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു, 100 കണക്കിന് പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. സുവേന്ദു അധികാരിയുടെ പ്രഖ്യാപനം ആ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പുന്നതാണ്, അവരുടെ സുരക്ഷയാണ്, അവർക്കുള്ള നഷ്ടപരിഹാരമാണ്. കൊല്ലപ്പെട്ട 321 BJP പ്രവർത്തകരുടെ കുടുംബങ്ങളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കുകയാണ്. വേറെ എവിടെ നടക്കും ഇതൊക്കെ? ഇത്രയും കാലം തൃണമൂലിന്റെ ഗുണ്ടകൾ തെരുവ് വാണിരുന്നുവെങ്കിൽ ഇന്ന് നിയമം അതിന്റെ വഴിക്ക് നീങ്ങുകയാണ്. കൊലപാതകികൾക്ക്
അക്രമികൾക്കും അക്രമികൾക്കും ഇനി മാപ്പില്ല. വോട്ടർമാർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും നന്ദി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു, ഭരണനിർവഹണവും സുരക്ഷയുമാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന. ഭാരതം മുഴുവൻ പുതിയ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിതയിലേക്ക് മാറിയപ്പോഴും ബംഗാൾ മാത്രം പഴയ IPCയിലും CRPCയിലും തുടരാനാണ് ശ്രമിച്ചത്. എന്തുകൊണ്ട്? അവർ കട്ടിമറിക്കാമല്ലോ. ഇത് ഭരണഘടനാ വിരുദ്ധമായിരുന്നു. സുവേന്ദു അധികാരി ഈ തടസ്സവും നീക്കിയിരിക്കുകയാണ്. അവിടെ ഭാരതീയ ന്യായ സംഹിത ബംഗാളിൽ നടപ്പിലാക്കിയിരിക്കുന്നു. ഇതോടെ നീതി നിർവഹണം വേഗത്തിലാകും. ഡിജിറ്റൽ തെളിവുകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കും. സ്ത്രീ സംരക്ഷണം ഉറപ്പാക്കുന്ന പുതിയ വകുപ്പുകൾ നടപ്പിലാക്കുന്നതിലൂടെ ബംഗാളിലെ ക്രമസമാധാന നില മെച്ചപ്പെടും. IAS IPS ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര പരിശീലന പരിപാടികളിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയതോടെ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനത്തിലെ രാഷ്ട്രീയമായ ഇടപെടലുകളും അവസാനിക്കുകയാണ്. ഇനി എല്ലാം സുതാര്യമായിരിക്കും. മമത സർക്കാർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് സെൻസസ് നടപടിക്രമങ്ങളെയായിരുന്നു. കൃത്യമായ കണക്കെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ആരാണ് യഥാർത്ഥ പൗരനെന്നും ആരാണ് അനധികൃതമായി വന്നവനെന്നും ഒക്കെ വ്യക്തമാകുമല്ലോ. അതുകൊണ്ട് 2025 ജൂണിലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർക്കുലർ പ്രകാരം സെൻസസ് നടപടികൾ ഉടൻ ആരംഭിക്കാൻ സുവേന്ദു അധികാരി ഉത്തരവിട്ടു. എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നോക്കൂ. ഇതും വെറും ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല. ഇത് വെറും ഒരു കണക്കെടുപ്പല്ല, ബംഗാളിന്റെ മണ്ണിൽ നിന്നും നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചറിയാനുള്ള ആദ്യ ചുവടുവെപ്പാണിത്. ഇതിലൂടെ വരും വർഷങ്ങളിൽ ബംഗാളിന്റെ ജനസംഖ്യാ ഘടനയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ബംഗാൾ വ്യവസായങ്ങളുടെ ശ്മശാനമായി മാറിയിരുന്ന കാലവും കഴിയുകയാണ്. ടാറ്റയെ വരെ ഓടിച്ച മമതയുടെ നയങ്ങൾക്ക് പകരം നിക്ഷേപ സൗഹൃദമായ ഒരു ബംഗാളിനെയാണ് സുവേന്ദു അധികാരി സ്വപ്നം കാണുന്നത്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന, ഓരോ വീട്ടിലും സൗജന്യ പാചകവാതകം എത്തിക്കാനുള്ള നടപടികളും അവിടെ വേഗത്തിലാക്കിയിട്ടുണ്ട്. കേന്ദ്ര പദ്ധതികളുടെ പൂർത്തീകരണം വേറെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അതായത് PM കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള പദ്ധതികൾ തടസ്സമില്ലാതെ കർഷകരിലേക്ക് എത്തും. തീർന്നില്ല, അഴിമതി വിരുദ്ധ പോരാട്ടം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന അധ്യാപക നിയമന അഴിമതിയൊക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലല്ലോ. അത്തരത്തിലുള്ള അഴിമതി കേസുകൾ ഉൾപ്പെടെയുള്ള എല്ലാത്തിനും കർശന നടപടി ഉണ്ടാകും. ബംഗാളിലെ ജനങ്ങൾ BJPക്ക് നൽകിയ 207 സീറ്റുകൾ വെറും ഒരു അക്കമല്ല, അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. കാരണം അവർ പുതിയൊരു അവസരം നൽകിയിരിക്കുകയാണ് ഇതുവരെ ഇല്ലാത്തൊരു BJP ഭരണത്തിന് വേണ്ടി. അപ്പോൾ അവരുടെ വിശ്വാസമാണ് BJPയുടെ കയ്യിലുള്ളത്. തൃണമൂൽ കോൺഗ്രസ് 80 സീറ്റുകളിലേക്ക് ചുരുങ്ങിയത് ജനങ്ങൾ അവർക്ക് നൽകിയ താക്കീതാണ്. ബംഗാൾ ഇന്നൊരു പുതിയ ചരിത്രത്തിന്റെ പടിവാതിലാണ്. സുവേന്ദു അധികാരി എന്ന കരുത്തനായ നേതാവ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ അത് ബംഗാളിലെ ഓരോ ദേശഭക്തനും നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. അതിർത്തികൾ സുരക്ഷിതമാകുന്നു, പാവപ്പെട്ടവർക്ക് ചികിത്സ ഉറപ്പാക്കുന്നു, നിയമവ്യവസ്ഥ ശക്തമാകുന്നു, സോനാർ ബംഗ്ല എന്ന സ്വപ്നത്തിലേക്ക് ബംഗാൾ കുതിക്കുകയാണ്. മമതാ ബാനർജിയുടെ പ്രീണന രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ച ഈ ജനുവരി ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരുത്തലായി രേഖപ്പെടുത്തും. ബംഗാളിലെ ഈ വമ്പിച്ച മാറ്റത്തെ കുറിച്ചപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സുവേന്ദു അധികാരിയുടെ ഈ കർശന നിലപാടുകൾ ബംഗാളിനെ രക്ഷിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഒരു മടിയും കൂടാതെ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നാലുള്ള ഗുണം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ. എന്നാലും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.